പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ എഗ് കട്ട്ലേറ്റ് ആണ്. ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞങ്ങളിവിടെ ഒരു 400 ഗ്രാം ബോൺലെസ് ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഒരു പുഴുങ്ങിയ മുട്ട, ഒരു വലിയ പൊട്ടറ്റോ പുഴുങ്ങി വെച്ചതാണ്, 2 സവാള, കുറച്ച് കറിവേപ്പില, ഒരു 7 പച്ചമുളക്, 2.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1 കപ്പ് ബ്രെഡ് ക്രംസ്. ഇനി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. എടുത്തു വെച്ച ചിക്കൻ ഞങ്ങൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. ഈ പരുവത്തിന് പൊടിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരുന്ന സവാള, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. നമുക്കിത് വഴറ്റിയെടുക്കാനുള്ളതാണ്. പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഏതെണ്ണ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ചിക്കന് ഇട്ട് കൊടുക്കാം. ഒത്തിരി അങ്ങ് അരഞ്ഞു പോകരുത് ചിക്കന്, ജസ്റ്റ് തന്നെ ഇതുപോലെ ഒന്ന് പൊടിച്ചേ ആവാവുള്ളൂ. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒത്തിരി മൂക്കണ്ട, ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചാൽ മതി. എടുത്തു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ നമുക്കിതുപോലൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് പൊട്ടറ്റോ സ്മാഷ് ആവണം. ചിക്കൻ ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറത്തക്കവണ്ണം ഒന്ന് ഇളക്കിയെടുക്കണം. അതിനുശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കിത് ഏകദേശം ഒരു 5 മിനിറ്റ് ഒന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കനിൽ ഉപ്പിട്ട് വേവിച്ചത് കൊണ്ട് അതനുസരിച്ച് വേണം, നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇതിലേക്ക് നമുക്കിനി ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നു, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത് നമ്മൾ പച്ചമണം മാറുന്നിടം വരെ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ടയൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇടണം. ഒന്ന് പൊടിച്ചോ ഗ്രേറ്റ് ചെയ്തോ ഇങ്ങനെ ആണെങ്കിലും ഒന്ന് ചെറുതായിട്ട് ഇടണം. ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. നമുക്ക് മുട്ടയും കൊണ്ടും ഇതുപോലെ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ അത് ഇത്ര മാത്രം ചേർത്താൽ മതി. ഇനി ഇതിൻ്റെ കൂടത്തിൽ പൊട്ടറ്റോയും ചിക്കന് വരെ ഇതുപോലെ മുട്ട മാത്രം ചേർത്ത് നമുക്കിതുപോലെ കട്ട്ലേറ്റ് ഉണ്ടാക്കാം. ആ വീഡിയോ ഞാൻ പിന്നെ ഒരു ദിവസം ഇടുന്നതായിരിക്കും. ഇതിന് ശേഷം നമുക്കിതിലോട്ട് സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇത് നന്നായിട്ട് ഇളക്കി ഞാൻ യോജിപ്പിച്ചിട്ടുണ്ട്. ഈ പൊട്ടറ്റോയിൽ ആ മസാലയൊക്കെ പിടിക്കത്തക്കവണ്ണം, മുട്ടയിലും പൊട്ടറ്റോയിലും എല്ലാ മസാലയൊക്കെ പിടിക്കത്തക്കവണ്ണം ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കണം. നമുക്കിനി ഒരു 1.5 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാം. അത് ഇതിൻ്റെ കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കണം. ഇത് നന്നായിട്ട് ആറി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഒന്ന് നന്നായിട്ട് ഇതെല്ലാം കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് ഓവൽ ഷേപ്പിലോ റൗണ്ട് ഷേപ്പിലോ അത് ഓരോരുടെ ഇഷ്ടത്തിനനുസരിച്ച്
നമുക്ക് ഓരോ ഷേപ്പിലാക്കിയെടുക്കാം. അതുപോലെ ഇത് ഉരുളകളാക്കി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. ഞാൻ തന്നെ ഇതുപോലെ ഈ ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. ഇതുപോലെ നമുക്ക് ഓരോന്നോരോന്ന് ആക്കിയെടുക്കാം. സമയത്ത് തന്നെ നമുക്ക് 2 മുട്ട എടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ കട്ട്ലറ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നമുക്കിതൊന്ന് വറുത്തെടുക്കാനായിട്ട് ഒരു പാന് എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാക്കാം. എന്നിട്ട് നമുക്കിത് ആദ്യം മുട്ട നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയിൽ മുക്കിയെടുത്തിട്ട് നമ്മൾ ഈ ബ്രെഡ് ക്രംസിൽ ഒന്ന് പൊതിഞ്ഞെടുക്കണം. അതിനുശേഷം നമുക്ക് ഈ എണ്ണയിലിട്ട് ചെറിയ തീയിലെ എണ്ണയിലിടാവുള്ളൂ, അല്ലെങ്കിൽ ഇതങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ട് ചെറിയ തീയിലിട്ട് വേണം നമ്മളിത് മൂപ്പിച്ചെടുക്കാനായിട്ട്. ചിക്കൻ എഗ് കട്ട്ലറ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് നോമ്പ് സമയത്തൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ഞങ്ങളുടെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അപ്ഡേറ്റ്സിന് വേണ്ടി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. അടുത്തൊരു ടേസ്റ്റി റെസിപ്പിയായി വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം.